ഇക്കാലം അത്രയും ഐ ഗ്രൂപ്പിൻ്റെ നേതാവായി നിന്നിരുന്ന രമേശ് ചെന്നിത്തല പൊടുന്തനെ വി ഡി സതീശനെതിരെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ എന്നിവർക്കെതിരെയും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ പാർട്ടിക്ക് ഗുണകരമാണോ ദോഷമാണോ എന്നുള്ള രീതിയിലേക്കല്ല രമേശ് ചെന്നിത്തല ചിന്തിക്കുന്നത്. നമുക്കറിയാം, ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുനാഥും എ ഗ്രൂപ്പിനെ വീണ്ടും സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിസം ഇല്ല എന്നൊക്കെ എത്ര വട്ടം പറഞ്ഞാലും കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി വീണ്ടും ഗ്രൂപ്പിസം കോൺഗ്രസിനകത്ത് വരിഞ്ഞു മുറുകുകയാണ്. അത് കോൺഗ്രസിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് പലപ്പോഴും മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണെങ്കിൽ പോലും ഗ്രൂപ്പിസം ഇല്ലാതെ പല നേതാക്കളും കൃത്യമായി അവർ ഇന്ന ചേരിയിലേക്ക് നിൽക്കില്ല. ഏത് പാർട്ടിയിലായിരുന്നാലും ഏത് സംഘടനയിലായിരുന്നാലും ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം പണ്ട് കാലം തൊട്ടേ ഉണ്ട്. അത് BJPയിലായിരുന്നാലും കോൺഗ്രസ്സിലായിരുന്നാലും CPIMലായിരുന്നാലും CPIയിലായിരുന്നാലും ഒക്കെ ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം കേരള രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല വേറൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ പയറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മുഖ്യമന്ത്രിയാകുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ട്. 70 അടുക്കുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം 2026 ഹരിപ്പാട് നിന്ന് മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്നുള്ള ആഗ്രഹം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. ഒരു കാലത്തും അദ്ദേഹം VD സതീശന് വഴങ്ങിക്കൊടുക്കാൻ താല്പര്യപ്പെടില്ല. ഒരു മധ്യസ്ഥതയ്ക്ക് KC വേണുഗോപാൽ നിന്നാൽ പോലും KC വേണുഗോപാലിനേക്കാൾ സീനിയോറിറ്റി ഉള്ള നേതാവ് കൂടിയായിട്ടുള്ള നായർ വിഭാഗത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല അത്തരം ഒരു സൗകര്യത്തിന് ഒരു രീതിയിലും കീഴ്പ്പെടില്ല, മറ്റുള്ളവർക്ക് വശംവദനാകില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ പുതിയ പ്ലാൻ? നിലവിൽ സഖ്യകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് ജോസഫിനുമൊക്കെ രമേശ് ചെന്നിത്തലയേക്കാൾ ഏറെ VD സതീശനോടാണ് കൂറ് എന്ന ഒരു കിംവദന്തിയുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കരക്കമ്പി ഉണ്ടായാൽ പോലും അത് പരിപൂർണമായി വിശ്വസിക്കാൻ രമേശ് ചെന്നിത്തലയുടെ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ തയ്യാറാകില്ല എന്നുള്ളത് വളരെ വ്യക്തം. 2016-21 കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. എന്നാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. UDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രകടനം 2016 മോശമായ രീതിയിലേക്ക് സീറ്റ് നില കൂപ്പുകുത്തി എന്നതുകൊണ്ട് രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് നിന്നും നാണം കെടുത്തി ഒഴിവാക്കി. അതിൻ്റെ രീതിയിലുള്ള വലിയ വിമ്മിട്ടം അദ്ദേഹത്തിനുണ്ട് എങ്കിൽ പോലും പല കുറിയും അദ്ദേഹം അത് കാണിക്കാറില്ല. നിയമസഭയിൽ ഇപ്പോൾ VD സതീശൻ 25 കൊല്ലം പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് തനിക്ക് പാർട്ടിയാണ് വലുത്, സ്ഥാനമാനങ്ങൾ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൽ VD സതീശൻ മന്ത്രിയാകുമെന്ന് വിചാരിച്ച പലരുമുണ്ട്. പക്ഷേ VD സതീശന് MLA മാത്രമാകാനേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോഴാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക്, ഒരു ക്യാബിനറ്റ് റാങ്കിലേക്ക് ആദ്യമായി എത്തുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഇന്റേണൽ റിഫ്റ്റ് ഉണ്ട്. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് CPIM ഏതെങ്കിലും വിധത്തിൽ മുതലാക്കാൻ നോക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ ഒരു അപജയം മറികടക്കാൻ ഇപ്പോഴത്തെ KPCC അധ്യക്ഷനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതും വാസ്തവമാണ്.